ഹലോ ഗായ്സ്, മലയാളികളുടെ ഏറ്റവും ഇഷ്ടമായ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ, എളുപ്പത്തിൽ നല്ല രുചിയിലും. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു കാനാഴി 300-400 ഗ്രാം ഉഴുന്നെടുത്ത് നല്ലവണ്ണം വെള്ളത്തിലൊന്ന് കുതിര ഇടുക. ആ കുതിര ഇട്ട വെള്ളം അങ്ങ് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നല്ല വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക. അപ്പോഴത്തേനും നല്ല വെളുത്ത് വരികയായിരിക്കും, ഉഴുന്നെല്ലാം നല്ല വൃത്തിയായിരിക്കും. അതിനുശേഷം ഒന്ന് ഊറ്റി വെക്കുക വെള്ളത്തിൽ നിന്ന്. അതിനുശേഷം നമ്മൾ ആട്ടാൻ ഉപയോഗിക്കുന്ന ജാറിലേക്ക് ഉഴുന്ന് വാരിയിടുക. നമ്മൾ കുറേശ്ശെ ഉഴുന്ന് വാരിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് അടച്ചു വെച്ച് നല്ല ഒരു തരി നിർത്തി ഒന്ന് ആട്ടിയെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ആവശ്യത്തിന് വെള്ളം മാത്രമേ ആവൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒന്ന് ആട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളുടെ ബാക്കി ഉഴുന്നും കൂടി ഇട്ടൊന്ന് ആട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റി കൊടുക്കുക. ആ മാവ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവിലേക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പരുവത്തിലായിരിക്കണം നമ്മളെ മാവ് ഇരിക്കേണ്ടത്. നമ്മളെ കൈ കൊണ്ട് ആ മാവിൻ്റെ മേളിൽ തൊട്ടാൽ നമ്മളെ കൈ പറ്റാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1/2 സവാള കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കുരുമുളക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അത് നമ്മളുടെ മാവിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കുരുമുളകും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തതാണ്, ആവശ്യത്തിന് എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ ഉഴുന്നുവടയ്ക്ക് ആവശ്യമായ ഉപ്പാണ്. നമുക്ക് ഉപ്പ് പൊടിയും ചേർക്കാം, ഉപ്പ് നീരും ചേർക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും മുളകും കുരുമുളകും എല്ലാം മിക്സ് ആവുന്ന പോലെ അതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചൊരു 2-3 മണിക്കൂർ റെസ്റ്റിംഗ് ടൈമാക്കി വെച്ചേക്കുക. 2-3 മണിക്കൂറിന് ശേഷം നമ്മളുടെ സ്റ്റൗ കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ എന്തെണ്ണയായാലും നിങ്ങൾക്ക് പൊരിക്കോ ഉപയോഗിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മളൊരു കിണ്ണത്തിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കണം. എന്നിട്ട് നമ്മളുടെ മാവ് കുറച്ചെടുത്ത് കൈ വെച്ച് നടുക്കൊന്ന് പരത്തി അതിനുശേഷം നടുക്കൊരു ഹോള് ഇട്ട് നമ്മളുടെ എണ്ണയിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 നമ്മളെ പാത്രത്തിൻ്റെ അനുസരിച്ച് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ ഉഴുന്നുവട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത് നമ്മളുടെ ഉഴുന്നുവട അതിനുശേഷം നമുക്കൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വേവിക്കും. ഒരുപാട് നേരമൊന്നും എണ്ണയെ കിടക്കേണ്ടി വരത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ മൂക്കാൻ തുടങ്ങും. ആദ്യം തന്നെ ചെറിയൊരു യെല്ലോയിഷ് കളറാവും, പിന്നെ അതൊരു ഗോൾഡ് കളറാവും നല്ലപോലെ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ബാക്കിയുള്ള മാവ് ഒരു വാഴയിലയിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വാഴയില വെച്ച് അതും ഒന്ന് നടുവിൽ വെച്ച് പരത്തി ഒരു ഹോളിട്ട് അത് നമുക്ക് എണ്ണയിലിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നമ്മളുടെ ഉഴുന്നോടെ റെഡിയാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾക്കായി നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.